നമസ്കാരം. വലത്തെ കരണത്താണ് പാകിസ്ഥാൻ അടി കിട്ടിയതെങ്കിൽ ഇടത്തെ കരണത്ത് ഇപ്പോൾ ബംഗ്ലാദേശിന് അടി കിട്ടിയിരിക്കുകയാണ്. ബംഗ്ലാദേശ് വലിയ മാസ് കാണിക്കാനൊക്കെ നോക്കിയാണ്. ICCക്ക് കൊടുത്തു പെറ്റീഷൻ. എന്താ പെറ്റീഷൻ? ബംഗ്ലാദേശ് പറയുകയാണ്, ഞങ്ങൾ അപമാനിച്ചു BCCI, ഇന്ത്യൻ ക്രിക്കറ്റ് ബോർഡ് ഞങ്ങൾ അപമാനിച്ചു, ഞങ്ങൾ കളിക്കാൻ വരുന്നില്ല. അടുത്ത മാസം നടക്കാൻ പോകുന്ന ICC T20 ലോകകപ്പിൽ ബംഗ്ലാദേശിൻ്റെ പൂട പോലും നിങ്ങൾ കാണില്ല. ഇന്ത്യൻ മണ്ണിൽ കളിക്കാൻ ഞങ്ങൾ വരില്ല. കാരണം എന്താ? ഞങ്ങളുടെ താരമായ മുസ്തഫീസുർ റഹ്മാനെ നിങ്ങൾ 9.20 കോടി രൂപയ്ക്ക് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് എന്ന IPL ഫ്രാഞ്ചൈസ് എടുത്തതിന് ശേഷം അയാളെ റിലീസ് ചെയ്തതിനേക്കാൾ ഉപരി ബംഗ്ലാദേശ് താരങ്ങളാരും IPL കളിക്കില്ല എന്ന് നിങ്ങൾ പറഞ്ഞതിന് ശേഷം നിങ്ങൾ ഞങ്ങളെ അപമാനിച്ചു എന്ന് BCB ബംഗ്ലാദേശ് ക്രിക്കറ്റ് ബോർഡ് ICCയോട് പറഞ്ഞു. എന്നിട്ട് ഒരു കാര്യം കൂടി ICCയോട് പറഞ്ഞു ബംഗ്ലാദേശ് ക്രിക്കറ്റ് ബോർഡ്. അവർ പറഞ്ഞു, ഞങ്ങൾ കളിക്കാനൊക്കെ വരാം, പക്ഷെ ഞങ്ങൾ കളിക്കുന്ന വേദി ശ്രീലങ്കയിലോട്ട് മാറ്റണം, എന്നാൽ മാത്രമേ ഞങ്ങൾ വരികയുള്ളൂ എന്ന് പറഞ്ഞ് ICCയെ ഭീഷണിപ്പെടുത്താനൊക്കെ ബംഗ്ലാദേശ് ക്രിക്കറ്റ് ബോർഡ് അങ്ങ് ശ്രമിച്ചു. ICC പറഞ്ഞു, നിങ്ങൾ വേദി മാറ്റിയാലേ വരുള്ളൂ. അപ്പോൾ ബംഗ്ലാദേശ് ക്രിക്കറ്റ് ബോർഡ് പറഞ്ഞു, അതെ, ഞങ്ങൾ വേദി മാറ്റിയാലേ ഞങ്ങൾ വരൂ. അപ്പോൾ ICC പറഞ്ഞു, എന്നാൽ നീ വരണ്ട. അപ്പോൾ ബംഗ്ലാദേശ് പറഞ്ഞു, അയ്യോ അത് പറ്റൂല, എനിക്ക് വരണം, എനിക്ക് കളിക്കണം. അപ്പോൾ ICC പറഞ്ഞ്, കളിക്കണമെങ്കിൽ ഇന്ത്യ വന്ന് കളിക്കണം, ഞങ്ങൾ ഒരു ടീമിന് വേണ്ടിയിട്ട് വേദി മാറ്റാൻ ഇവിടെ പോകുന്നുമില്ല, വേദിയും മാറ്റൂല, ടൂർണമെൻറ്റും മാറ്റൂല, വേണമെങ്കിൽ പറഞ്ഞ സമയത്ത് ഷെഡ്യൂളിൽ വന്ന് കളിച്ചോ എന്നുള്ളത്. യെസ് ഗൈസ്, അതാണ് സംഭവിച്ചിരിക്കുന്നത്. ICC ബംഗ്ലാദേശ് ക്രിക്കറ്റ് ബോർഡിനോട് ഒരു കാര്യം പറഞ്ഞിരിക്കുന്നു, വേദിയും മാറ്റില്ല, മത്സരവും മാറ്റില്ല, ബംഗ്ലാദേശ് ഇന്ത്യയിൽ തന്നെ വന്ന് കളിക്കണമെന്ന് ICCയുടെ നിലപാട് വന്നിരിക്കുകയാണ്. അതായത് ലോകകപ്പ് വേദി മാറ്റ അപേക്ഷ തള്ളിക്കളഞ്ഞിരിക്കുകയാണ് ICC. അത് ഇങ്ങനെ കീറി നാലായിട്ട് കീറി ആ ഡസ്റ്റ്ബിന്നിലോട്ട് ഇട്ട് വെച്ചിട്ടുണ്ട് ICC. ബംഗ്ലാദേശ് ക്രിക്കറ്റ് ബോർഡ് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇനി നമ്മൾ എന്ത് ചെയ്യും മല്ലയ്യ എന്ന് പറഞ്ഞുകൊണ്ട് ഒന്നും ചെയ്യാനില്ല, നേരെ വന്ന് ഇന്ത്യ വന്ന് കളിച്ചാൽ മതി, അല്ലെങ്കിൽ നിങ്ങൾ ബോയ്ക്കോട്ട് ചെയ്തോ. ICC T20 വേൾഡ് കപ്പൊക്കെ ബോയ്ക്കോട്ട് ചെയ്യാൻ നിൽക്കുന്ന ബംഗ്ലാദേശിനോട് എനിക്കൊന്നും പറയാനില്ല, നമുക്കൊന്നും പറയാനില്ല. അതുകൊണ്ട് ഈഗോ ഒക്കെ മാറ്റിവെച്ച് സമാധാനമായിട്ട് കുട്ടപ്പനായിട്ട് വന്ന് ഇന്ത്യയിൽ വന്ന് കളിക്കാൻ തയ്യാറായിക്കോ ബംഗ്ലാദേശ് ക്രിക്കറ്റ് ബോർഡ്, നിങ്ങൾക്ക് വേണ്ടിയിട്ടൊന്നും മാറാൻ പോകില്ല. ബംഗ്ലാദേശ് എന്തുകൊണ്ട് ഇത് പറഞ്ഞതറിയോ? കാരണം ചാമ്പ്യൻസ് ട്രോഫി കഴിഞ്ഞ വർഷം പാകിസ്ഥാനിൽ വന്ന് ഇന്ത്യ കളിക്കില്ല എന്നുള്ള കാര്യം പറഞ്ഞല്ലോ. അപ്പോൾ ഹൈബ്രിഡ് മോഡലിൽ നടത്താം. എന്താ ഈ ഹൈബ്രിഡ് മോഡൽ എന്ന് പറഞ്ഞാൽ 2 വേദികളിലാക്കി ടൂർണമെൻറ്റ് നടത്താമെന്നുള്ളത്. അപ്പം ഇന്ത്യക്ക് കളിക്കാൻ വേണ്ടിയിട്ട് പാകിസ്ഥാനിൽ എന്തായാലും ഇന്ത്യ പോവില്ല, BCCI പോവില്ല. അപ്പോൾ അതുകൊണ്ട് ദുബായിൽ ഇന്ത്യയുടെ മത്സരങ്ങൾ നടത്തി. ഇത് കണ്ടപ്പോൾ ബംഗ്ലാദേശ് പറഞ്ഞാൽ കൊള്ളാമല്ല, അതിന് ഇന്ത്യക്ക് വേദി മാറ്റാമെങ്കിൽ ഞങ്ങൾക്കും വേദി മാറ്റാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ICCയോട് ബംഗ്ലാദേശ് പോയത്. അപ്പോഴാണ് ICC ഓടിച്ചു വിട്ടത്. ഇന്ത്യ പോലൊരു ടീം, അല്ലെങ്കിൽ IPL പോലൊരു ലീഗ്, ഈ ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ റവന്യൂ ഉണ്ടാക്കുന്ന ലീഗാണ്. റവന്യൂവിലാണ് ഇതെല്ലാം പിടിച്ചു നിൽക്കുന്നത്. ബംഗ്ലാദേശ് പോലൊരു ടീം, അതൊരു സാധാരണ കുഞ്ഞു ടീമാണ്. ബംഗ്ലാദേശ് ഉണ്ടായിരുന്ന ഒരു പ്രൈം ടൈം ഉണ്ടായിരുന്നു, ആ പ്രൈം ടൈമൊക്കെ കഴിഞ്ഞു. ഇപ്പം ബംഗ്ലാദേശ് ക്രിക്കറ്റൊക്കെ സത്യം പറഞ്ഞാൽ കോമഡിയാണ്. ആ ബംഗ്ലാദേശ് ക്രിക്കറ്റ് ബോർഡാണ് ഇന്ത്യ ICCയെയും BCCIയെയും ഉൾപ്പെടെ വെല്ലുവിളിക്കാൻ വേണ്ടി എത്തുന്നതെന്നുള്ളതാണ്. അതായത് ഇവിടെ ബംഗ്ലാദേശ് താരങ്ങൾ കളിച്ചില്ലെങ്കിൽ ഇവിടെ വലിയ കാര്യവും സംഭവിക്കാൻ പറ്റില്ല, പക്ഷേ ഇന്ത്യൻ താരങ്ങൾ കളിച്ചില്ലെങ്കിൽ അങ്ങനെയല്ല, കുത്തനെ ഇടിയും റവന്യൂ. അതാണ് കാര്യം. അത് ബംഗ്ലാദേശുകാർക്ക് ഇപ്പോഴും മനസ്സിലായില്ലെന്നാണ് വിശ്വസിക്കുന്നത്. എന്തായാലും ചാമ്പ്യൻസ് ട്രോഫി സമയത്ത് പാകിസ്ഥാൻ കാണിച്ചത് നമുക്കറിയാമല്ലോ. പാകിസ്ഥാൻ എന്തൊക്കെ ബഹളം കാണിച്ചല്ലേ. ദുബായ് വെച്ച് മത്സരം നടത്താൻ പറ്റില്ല, ഞങ്ങളുടെ ടൂർണമെൻറ്റാണ്, ഇന്ത്യ വേണമെങ്കിൽ ഇവിടെ വന്ന് കളിക്കട്ടെ, അല്ലെങ്കിൽ ദുബായ് പോയി ഞങ്ങൾ കളിക്കില്ല. അവസാനം ICC പറഞ്ഞു, നിങ്ങൾ വേണമെങ്കിൽ പോയി കളിച്ചാൽ മതി, നിങ്ങൾ കളിച്ചില്ലെങ്കിൽ നിങ്ങൾ ഈ ടൂർണമെൻറ്റിന് പുറത്താവുമെന്ന് പറഞ്ഞു. എന്തായാലും അങ്ങനെ പറഞ്ഞാലും ഇല്ലെങ്കിലും ശരി, ഗ്രൂപ്പ് ഘട്ടത്തിൽ നിന്ന് തന്നെ പാകിസ്ഥാൻ ചാമ്പ്യൻസ് ട്രോഫിയിൽ നിന്ന് പുറത്തായി. അതായത് ആ ചാമ്പ്യൻസ് ട്രോഫി ഹോസ്റ്റ് ചെയ്ത പാകിസ്ഥാൻ ഗ്രൂപ്പ് സ്റ്റേജിൽ നിന്ന് തന്നെ പുറത്താവുകയും ഇന്ത്യ ചാമ്പ്യൻസ് ട്രോഫി ജയിക്കുകയും ചെയ്തു. അപ്പോൾ ഇനി അടുത്ത ബംഗ്ലാദേശാണ്. അതായത് ICC T20 വേൾഡ് കപ്പ് ഇന്ത്യ വന്ന് കളിക്കില്ല എന്ന് ബംഗ്ലാദേശ് പറയുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വന്ന് കളിച്ചാൽ മതി എന്നുള്ളതാണ് ICCയിലെ നിലപാട്. നിങ്ങൾക്ക് വേണ്ടിയിട്ടല്ല, ആർക്കും വേണ്ടിയിട്ട് വേദിയും മാറ്റൂല, ഷെഡ്യൂളും മാറ്റൂല, ഒന്നും മാറ്റില്ല എന്നൊരു കൃത്യമായ നിലപാടും കൂടി എടുക്കുമ്പോഴാണ് ബംഗ്ലാദേശ് ക്രിക്കറ്റ് ബോർഡ് ഇങ്ങനൊരു ചോദ്യചിഹ്നത്തിൻ്റെ മുകളിൽ ഇങ്ങനെ നിൽക്കുന്നത്. എന്തായാലും പറയട്ടെ, ബംഗ്ലാദേശ് ക്രിക്കറ്റ് ബോർഡിന് എന്താ പറയാനുള്ളതെന്ന് കേൾക്കാം. അങ്ങനെ പല റൂമറുകൾ, കഥകൾ, തിരിച്ചടികൾ, കാര്യങ്ങളൊക്കെ കേട്ടതിന് ശേഷം വൈറൽ ചായയുടെ ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ പൂർത്തിയാക്കുകയാണ്. നാളെ പുതിയ വാർത്തകൾ, വിശേഷങ്ങളുമായി കാണാം. അതുവരെ ഗുഡ് ബൈ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.